ഉത്തർപ്രദേശ് പിടിച്ചാൽ രാജ്യം ഭരിക്കാം എന്നൊരു ചൊല്ലുണ്ടായിരുന്നു പണ്ട്. അങ്ങനെ കോൺഗ്രസ് അടക്കി ഭരിച്ചിരുന്നതാണ് ഇന്ത്യ മുഴുവൻ. പക്ഷെ പിന്നീട് അത് BJPയുടെ ഒരു തേരോട്ടത്തിലേക്ക് മാറി. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അക്ഷരാർത്ഥത്തിൽ ഉത്തർപ്രദേശിനെ ഗുണ്ടാ വിളയാട്ടത്തിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും മോചിപ്പിച്ചെടുത്തു. ഇപ്പോൾ ഈ ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥിനെ ഞങ്ങൾ താഴെ ഇറക്കും, എന്നിട്ട് രാഹുൽ ഗാന്ധി വളരെ വലിയ ഒരു മുന്നേറ്റം നടത്തും. ഇതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാട്. അപ്പോൾ നമുക്ക് ഒരു സംശയം തോന്നുന്നത്, ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ പഴയ ശക്തിയില്ല. കൂടെ ഉണ്ടായിരുന്ന മമതാ ബാനർജിയുടെ പല്ലു കൊഴിഞ്ഞു, സ്റ്റാലിന് കാല് വയ്യാതായി, പിണറായിക്ക് നടക്കാൻ പറ്റുന്നില്ല. ചുരുക്കം പറയാൻ ഈ നേതാക്കളൊന്നും ഇല്ലാഞ്ഞിട്ടും അഖിലേഷ് യാദവിൻ്റെ അടുത്ത് വലിയൊരു ബാർഗെയിൻ തന്ത്രവുമായിട്ട് രാഹുൽ ഇറങ്ങാണ്. അതായത് മൊത്തമുള്ള ഏതാണ്ട് 400ഓളം സീറ്റിൽ പകുതിയോളം സീറ്റ് ഞങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു മത്സരത്തിന് കോൺഗ്രസ് സജ്ജമാണോ ശരിക്കും? അപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ വളരെ അഗ്രസീവായിട്ടാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ അഖിലേഷ് യാദവിൻ്റെ അടുത്ത്, SP-യുടെ അടുത്ത് അവർ പറയണത് വി ആർ ദി ബിഗ് ബ്രദർ നൗ. ഇപ്പോൾ ഞങ്ങളാണ് ചേട്ടൻ എന്നുള്ള ഒരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതാണ്. പക്ഷേ 1989 തൊട്ട് UP-യിൽ കോൺഗ്രസ്സിന് അധികാരമില്ല. എന്നാലും നമ്മൾ പറയില്ല ആന തടച്ചാലും തൊഴുത്തി കിട്ടില്ലെന്ന് അതൊക്കെ പറയുന്ന പോലെ ഒരു കാലത്ത് UP-ൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഓൾ ഇൻ ഓൾ ആയിരുന്നു. അതായത് കോൺഗ്രസ് വളരെ കാലം അടുപ്പിച്ച് ഇന്ത്യ ഭരിച്ചു. അതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ UP ആണ്. അവർ UP-യിലെയും ബീഹാറിലെയും സീറ്റ്സ് പലപ്പോഴും ഒരുമിച്ച് മൊത്തമായിട്ട് നേടിയെടുക്കുമായിരുന്നു. UP-യും ബീഹാറും കൂടി കഴിഞ്ഞാൽ മൊത്തം സൗത്ത് ഇന്ത്യയിലുള്ള സീറ്റിൽ കൂടുതലുണ്ട് UP-യും ബീഹാറും കൂടി പാർലമെൻറ്റ് സീറ്റ് കണക്കാക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ ശക്തി കിട്ടിയിരുന്ന ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു ഒരു കാലത്ത് UP ആൻഡ് ബീഹാർ. അപ്പോൾ അവിടെ അവർക്ക് അങ്ങനെ അത്രയും ശക്തി വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കൂട്ടരാണ് അവരെ സപ്പോർട്ട് ചെയ്തിരുന്നത്. ഒന്ന് മുസ്ലിംസ്, വേറൊന്ന് ദലിത് ആൾക്കാർ, പിന്നെ ഒന്ന് ബ്രാഹ്മിൻസ്. അപ്പോൾ ആ പ്രതാപകാലത്ത് ഇവരെല്ലാം കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു. പക്ഷേ പിന്നെ ഓരോരുത്തരായിട്ട് കോൺഗ്രസ്സിൽ നിന്നും വിട്ടുപോയി. അതിൽ മുസ്ലിംസ് കോൺഗ്രസ്സിന് വിടാനുള്ള കാരണം ഈ ബാബറി മസ്ജിദിൻ്റെ ഒരു കേസാണ്. അപ്പോൾ അവരെ സഹായിക്കാൻ എന്നുള്ള രീതിയിൽ SP വന്നു, മുലായം സിംഗ് യാദവ് വന്നു, പിന്നീട് ഇപ്പം മകൻ വന്നു. അപ്പോൾ അവർ മുസ്ലിം വോട്ടുകൾ കൊണ്ടുവന്നൊരു സ്ഥിതി വന്നു. പിന്നെ BSP ആണെങ്കിൽ ലോവർ കാസ്റ്റിൻ്റെ വോട്ട് കൊണ്ടുവന്നൊരു സ്ഥിതി വന്നു. പിന്നെ BJP അപ്പർ കാസ്റ്റിൻ്റെ കുറേ കൊണ്ടുവന്നു. അപ്പോൾ ചുരുക്കത്തിൽ കോൺഗ്രസ്സിനെ വോട്ട് ചെയ്യാൻ ആരും ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു. അങ്ങനെയാണ് ഈ 1989 തൊട്ട് ഇവർക്ക് അധികാരം ഇല്ലാതെ പോയത്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല എന്നുള്ളതാണ് അവരുടെ ഒരു അവകാശവാദം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സീറ്റ് അലയൻസിൻ്റെ കാര്യത്തിൽ കിട്ടുന്നത് ഈ ഇന്ത്യ മുന്നണിയിലെ ആൾക്കാരുമായിട്ട് കൂടിച്ചേർന്നിട്ടാണ്. പക്ഷേ ഇന്ത്യ മുന്നണി ഇപ്പോൾ പ്രാക്ടിക്കലി ഒരു ഗുണം ഇല്ലാത്ത അവസ്ഥയായി സാറ് പറഞ്ഞതുപോലെ. അതായത് മമതയുടെ കാര്യം അങ്ങനെ, സ്റ്റാലിൻ്റെ കാര്യം അങ്ങനെ, പിന്നെ പിണറായിയുടെ കാര്യം ഇവിടെ ഇങ്ങനെ ഒരു ഒപ്പോസിഷൻ ലീഡർ എന്നുള്ളൊരു പോസ്റ്റ് അവർ എങ്ങനെയോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബിജു പട്നായിക് ഉണ്ടായിരുന്നു, ബിജു പട്നായിക്കും അധോഗതിയായി. അങ്ങനെ ഓരോരുത്തരുടെയും, പിന്നെ ലാലു പ്രസാദ് യാദവിൻ്റെ കണ്ടീഷൻ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലുള്ള അംഗങ്ങൾക്കൊന്നും വലിയ ശക്തിയില്ലാത്തൊരവസ്ഥയാണ്. ആകെ അഖിലേന്ത്യാ തലത്തിൽ ഒരു ഒപ്പോസിഷൻ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് ആണ്. ആ സ്ഥാനം വേറെ ആർക്കും ഏറ്റെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ സ്റ്റാലിനൊക്കെ ഒരിടയ്ക്ക് രാഹുൽ ഗാന്ധിനെ തന്നെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആക്കണം എന്ന് പറയുമായിരുന്നു. അതായത് മമതാ ബാനർജിക്കും പിന്നെ ആം ആദ്മി പാർട്ടിക്കും ഒക്കെ നോട്ടമുണ്ടായിരുന്നു പ്രധാനമന്ത്രി പദം. ഞങ്ങളെന്താ മോശമാണോ എന്നുള്ള രീതിയിൽ. പക്ഷെ അതൊക്കെ പറയുമ്പോൾ സ്റ്റാലിൻ പറയുമായിരുന്നു അതല്ല, പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ ഓൾ ഇന്ത്യ ലെവലിൽ കൺസിഡറേഷൻ കിട്ടണമെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് രാഹുൽ ഗാന്ധിക്കാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ കണ്ടീഷനൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുലായം സിംഗ് യാദവിൻ്റെ പാർട്ടി SP, അല്ലെങ്കിൽ മകൻ കൊണ്ടു നടക്കുന്ന പാർട്ടി, ആ പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടണം അത്രയും സീറ്റ് തന്നെ ഞങ്ങൾക്കും വേണം എന്നാണ് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസ് പാർട്ടി അവകാശപ്പെടുന്നത്. അപ്പോൾ അവർ പറയുന്നത് 170 സീറ്റെങ്കിലും അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ്. ഞങ്ങൾക്ക് വിജയസാധ്യതയുള്ള, ഞങ്ങൾക്ക് 170 സീറ്റ്സാണ് ഇപ്പോൾ നോട്ടം ഉള്ളത്. കാരണം ഒരു സീറ്റിൽ നിന്നും ആണ് കഴിഞ്ഞ ഇലക്ഷനിൽ ഞങ്ങൾ 6ലേക്ക് വളർന്നത്. അപ്പോൾ ഞങ്ങൾക്കാണിപ്പോൾ ഈ ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അർഹമായ സ്ഥാനം ഞങ്ങൾക്ക് തരണം. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഈ ഇന്ത്യ മുന്നണി കോൺഗ്രസിനെ കൂട്ടാതെ എവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ദേ ബിക്കം വീക്ക് ഓർ വീക്കർ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ കോൺഗ്രസ് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൂടെ നിന്നു, കോൺഗ്രസ് അവരുടെ നിർണയം അനുസരിച്ച്, തീരുമാനം അനുസരിച്ച് അസേർട്ട് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞാലും
കോൺഗ്രസ് ഇല്ലാതെയാവില്ല. പക്ഷേ ഈ അവിടുത്തെ ലോക്കൽ പാർട്ടീസൊക്കെ ചിലപ്പോൾ ഇപ്പോൾ മമതാ ബാനർജിയുടെ എങ്ങുമില്ലാതെ അലഞ്ഞിരിഞ്ഞ് ഗതി കിട്ടാപ്രദം പോലെ നടക്കാണല്ലോ. അപ്പോൾ ആ അവസ്ഥ വരും. അതുകൊണ്ട് SP എന്തായാലും കോൺഗ്രസ്സിന് അർഹമായ സീറ്റുകൾ നൽകണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവർ 170 സീറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും കൺസെഷൻ ചെയ്യാം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു 120-നും 130-നും ഇടയ്ക്കെങ്കിലും കിട്ടണം എന്നാണ് പറയുന്നത്. അതേസമയം അഖിലേഷ് യാദവിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയൊന്നും ഏതായാലും ചിന്തിക്കേണ്ട, ഒരു 60-80ൻ്റെ ഇടയ്ക്ക് നൽകാം എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. പിന്നെ ഇപ്പോൾ രാജേന്ദ്രപാൽ ഗൗതം എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് കോൺഗ്രസിൻ്റെ UP ഇൻചാർജ്. അദ്ദേഹമാണെങ്കിൽ വേറെ കുറച്ച് കണക്ഷനും കൂടി അന്വേഷിക്കുന്നുണ്ട്. അതായത് SC/ST വോട്ടുകളുണ്ടല്ലോ, ദളിത് വോട്ടുകൾ നേടിയെടുക്കാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം വളരെ ആവേശത്തിൽ പോയിട്ട് വേഗം ഒരു വോട്ട് ശേഖരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം മായാവതിയുടെ അടുത്ത് ചെന്നു. അപ്പോൾ മായാവതി എന്ന് പറഞ്ഞാൽ അല്പം വെയിറ്റ് ഇടുന്ന ആളാണ്. അവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞ, നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണോ വന്നേക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തേക്ക് പിടിച്ചില്ല. അപ്പോൾ നമ്മുടെ പിണറായി വിജയൻ്റെ ആ കൊട്ടേഷൻ ഉണ്ടല്ലോ, കടക്കു പുറത്തുനിന്ന് പറഞ്ഞാണ് ആളെ പറഞ്ഞയച്ച്. പക്ഷേ അതിൽ നാണക്കേടൊന്നും വിചാരിക്കാതെ ഇപ്പോഴും ഈ രാജേന്ദ്രപാൽ ഗൗതം എന്ന് പറയുന്ന UP കോൺഗ്രസ് ഇൻചാർജ് പറയണത്, ബെഹൻജി എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ വരാൻ തയ്യാറാണ്, ഞങ്ങളവിടെ വന്നിട്ട് എന്താ വേണ്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ യോജിപ്പോടുകൂടി മത്സരിക്കാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഹരിജനങ്ങളുടെ വോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു ചെതറിപ്പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിന് അദ്ദേഹം കുറച്ച് ഓഫറുകളൊക്കെ വയ്ക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ ഈ ഭരണഘടനയെ ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് കോൺഗ്രസ്, മറ്റുള്ളവരെ പോലെയല്ല. അത് കൂടാതെ ഈ റിസർവേഷൻ്റെ കാര്യത്തിൽ എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം, റിസർവേഷൻ ഉറപ്പിച്ചു നിർത്താനായിട്ട് അതിനെ ആ കാര്യത്തിൽ ഞങ്ങൾ സഹായിക്കാം. പിന്നെ കാസ്റ്റ് സെൻസസ് വേണ്ടി വരികയാണെങ്കിൽ അതിനും ഞങ്ങൾ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തിനെ, അതായത് നമ്മുടെ മായാവതിനെ നല്ലപോലെ സോപ്പിടുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, നമുക്ക് ഈ ദളിത് മൈനോറിറ്റി വോട്ട്സ് അത് സ്പ്ലിറ്റായി പോകാതെ ഒരുമിച്ച് കൂട്ടി, കോൺഗ്രസിൻ്റെയും കൂടി വോട്ട് അതിൻ്റെ കൂടെ കൂട്ടി, SP-യുടെ വോട്ടും കൂട്ടി, അങ്ങനെ എല്ലാ വോട്ടുകളും കൂട്ടി BJPക്കെതിരെ നമുക്ക് പോരാടാം. പക്ഷേ ഞങ്ങൾക്ക് അർഹമായ സീറ്റുകൾ ഞങ്ങൾക്ക് നൽകണം. പണ്ടത്തെ പോലെ ഞങ്ങളെ കണക്കാക്കിയാൽ പോരാ. പണ്ടത്തെ കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ്. അതാണ് കോൺഗ്രസിൻ്റെ സ്റ്റാൻഡ് ഇൻ UP. ശരിക്കും പറഞ്ഞാൽ UP യോഗി ആദിത്യനാഥ് അവിടെ നടത്തുന്ന പരിഷ്കാരങ്ങൾ അത് ബാക്കിയുള്ളവർക്ക് ചിന്തിക്കാൻ കഴിയാത്ത. ഇപ്പം നമ്മൾ ഈ കുംഭമേളയൊക്കെ നടത്തിയതോടുകൂടി ലോകത്തിന് തന്നെ ശ്രദ്ധ അങ്ങോട്ടേക്ക് ആകർഷിച്ചു. മാത്രമല്ല ആ ഉത്തർപ്രദേശിൽ നടത്തിയ വികസന പ്രവർത്തനം, പണ്ട് ഈ ക്രിമിനലുകളുടെ ഗുണ്ടാ സംഘങ്ങളുടെ ഒരു വിളനിലമായിരുന്നു, അതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഇറങ്ങി നടക്കാം, സ്ത്രീകൾക്ക് ധൈര്യമായിട്ട് പോകാം. പിന്നെ മോദി സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ വികസന പ്രവർത്തനം, കാരണം റൂറൽ മേഖലയിൽ ബാത്റൂം പോലും ഇല്ലാത്ത, കക്കൂസ് പോലും ഇല്ലാത്ത ഒരുപാട് അവസ്ഥയുണ്ട്. അതിൽ നിന്നൊക്കെ അവർ ഒരുപാട് മാറി. മാത്രമല്ല അവിടുത്തെ ആളുകൾ രാജ്യസേവനത്തിന് വളരെയധികം സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അവരെയൊക്കെ റോഡുകളൊക്കെ ആണെങ്കിലും നല്ല റോഡുകളൊക്കെ അല്ലേ, ഒരു നഗര കേന്ദ്രീകൃതമായ മേഖലയായിട്ട് ഉത്തർപ്രദേശിനെ അടിമുടി മാറ്റി. അങ്ങനെയുള്ള ആ BJPയുടെ ഒരു മുന്നേറ്റം അത് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ കഴിവാണ്. മാത്രമല്ല അവിടെ ഗുണ്ടായിസം കാണിക്കുകയോ അത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളൊക്കെ ചെയ്താൽ ബുൾഡോസർ രാജ് നടപ്പാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബുൾഡോസർ കൊണ്ടുപോയിട്ട് അവൻ്റെ കുടുംബ സഹിതം വീടിടിച്ച് തകർത്താൻ കളയാം. അപ്പോൾ പിന്നീട് ഒരു കുറ്റകൃത്യം ചെയ്യാൻ അവൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ബുൾഡോസർ രാജിനെതിരെ വല്ല വിമർശനം ഉണ്ടായെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ നീക്കത്തെ വലിയ തോതിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സാധാരണക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഉത്തർപ്രദേശിൽ അത്രയും വലിയ നീക്കം നടത്തിയതിന് ശേഷം ഇനി ഇന്ത്യ മുന്നണി ഇല്ലാതെ രാഹുലിന് എങ്ങനെ ഉത്തർപ്രദേശിൽ ഒരു തേരോട്ടം നടത്താൻ പറ്റും? മാത്രമല്ല അഖിലേഷ് യാദവ് ഒക്കെ കൊടുക്കുന്ന എല്ലിൻ കഷ്ണം അതിൽ കടിച്ചു തൂങ്ങി മത്സരിച്ച് വിജയിക്കുക എന്നതിനപ്പുറത്തേക്ക് കാര്യമൊന്നുമില്ല. ഇപ്പം നമുക്ക് ഈ ബംഗാളിലെ കാര്യം അറിയില്ല, തൃണമൂൽ കൊടുക്കുന്ന സീറ്റിൽ മത്സരിച്ച് ജയിക്കുക എന്നതിനപ്പുറത്തേക്ക് വലിയ കാര്യമൊന്നുമില്ല. പ്രാവശ്യം തൃണമൂലിൻ്റെ അടുത്ത് കോൺഗ്രസ് പോയി ഈ സീറ്റ് വിഭജനം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒന്ന് മത്സരിക്കാമെന്ന് പറഞ്ഞു. അപ്പം മമതാ ബാനർജി പറഞ്ഞത്, ഞാൻ 2 സീറ്റ് തരാം, അതിൽ കോൺഗ്രസിന് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോ, എന്നിട്ട് ബാക്കിയുള്ളത് ബാക്കി ഇന്ത്യ മുന്നണിക്ക് കൊടുക്കാനാണ്. അതേപോലെയാണ് ഇവർ ഓരോരുത്തർ പറയുന്നത്. മാത്രമല്ല ഇവിടെ ഈ മമതാ ബാനർജിയെ പോലെ തന്നെ ഒരു കാലത്തായിരുന്നു മായാവതി. പക്ഷെ മായാവതിയുടെ കാലം അസ്തമിച്ചല്ലോ. മായാവതി അവിടെ എന്തുമാത്രം അഴിമതി ചെയ്തു. ഭരണത്തിലിരുന്നപ്പോൾ വല്ലാതെ ഈ പൊതു ഫണ്ട് എടുത്ത് ദൂർത്തടിച്ചതിൻ്റെ ഒക്കെ കഥകൾ നമുക്കറിയാം. അങ്ങനെയുള്ള മായാവതിയെ കൂട്ടുപിടിച്ച് വീണ്ടും ഒരു തിരിച്ചുവരവിന് കോൺഗ്രസ് ശ്രമിക്കുന്നു. പക്ഷെ അത് എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടത്. UP ഇങ്ങനെ നമ്മുടെ ഇവിടത്തെ പോലെ പോറ്റിയെ കയറ്റി എന്ന് പറഞ്ഞ പോലെ അവിടെയും ഒരു അമ്പലത്തിലെ അയോധ്യ ക്ഷേത്രത്തിൽ വലിയ അത് BJPക്ക് തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ സംഭവം ഉണ്ടായി പരാതി കിട്ടിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ
അന്വേഷണം നടത്താനായിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമൊക്കെ യോഗി രൂപീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ചെയ്തത് BJP സർക്കാരിന് വലിയ ഹാനികരമാണെങ്കിൽ ഇത്തവണ അവിടെ പരാജയപ്പെടും. ആ നൂലിലയിലൂടെ കോൺഗ്രസിന് കടന്നു കയറാൻ പറ്റുമോ? അതാണ് അവർ തെളിയിക്കേണ്ടത്. അല്ലെങ്കിൽ അഖിലേഷ് യാദവിന് നഷ്ടപ്പെട്ടു പോയ ആ പ്രതാപകാലം തിരിച്ചു പിടിക്കാൻ പറ്റുമോ? അപ്പോൾ BJP ഇത് ഞങ്ങളുടെ കുഴപ്പമല്ല, ഇവിടെ തെറ്റ് ചെയ്തവരെ ഞങ്ങൾ ശിക്ഷിക്കുമെന്ന രീതിയിൽ യോഗി ആദിത്യനാഥ് കൃത്യമായ നിലപാടെടുത്താൽ വീണ്ടും ജനങ്ങളുടെ ആ ഒരു പ്രീതി ആർജിക്കാനായിട്ട് കഴിയും. എന്തായാലും ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇരു കൂട്ടർക്കും ഒരുപോലെ നിർണായകമാവുന്ന സംശയം വേണ്ട അല്ലേ? ശരി, തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.